ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശമാവെല്ലാം തയ്യാറാക്കുമ്പോൾ വല്ലാതെ പുളിച്ചു പോകാറുണ്ട്. പുളിയില്ലാത്ത ദോശമാവ് എങ്ങനെ തയ്യാറാക്കുക എന്ന് എനിക്ക് 1-2 കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉഴുന്ന് ഒട്ടും ചേർക്കാതെയാണ് ഈ ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും തീരെ പുളിയില്ലാത്തതുമായിട്ടുള്ള ഈ നല്ല ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് റെസിപ്പി നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായി കഴുകിയ ശേഷം ഒരു 6 മണിക്കൂർ നേരമാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം വൈകുന്നേരമാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഞാൻ 1/2 കപ്പ് തേങ്ങയും അതുപോലെ 1/2 കപ്പ് ചോറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറിന് പകരം നിങ്ങൾക്ക് അവിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിൽ കുറവ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ വൃത്തിയായി കൈ കഴുകി വന്നിട്ട് നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. ഇത് രാത്രി അരച്ചിട്ട് രാവിലെയാണ് ഞാനിത് മാവ് നോക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഈ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് വല്ലാതെ പുളിച്ച് പൊങ്ങിയിട്ടില്ല, പക്ഷേ പാകത്തിനാണിത് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് മാവ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഉപ്പ് മാവിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് പുളിച്ച ശേഷമുള്ള മാവിൻ്റെ ആ കൺസിസ്റ്റൻസി. ഈ ഒരു പാകത്തിന് മാവ് ഞാൻ തയ്യാറാക്കിയെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു കടായി ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞതും ഒരു 2 പച്ചമുളകും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമുളകിൻ്റെ എരിവെല്ലാം പോകാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാരറ്റ്, ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ ആ പച്ച ചൊവയൊക്കെ പോയി ആ എണ്ണയിലൊന്ന് വഴന്ന് വെന്ത് ഒന്ന് വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, വളരെ കൂടാൻ പാടില്ല, വളരെ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതപ്പോൾ ക്യാരറ്റൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ മാവിലേക്ക് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കൂട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരറ്റ് ഇട്ടതുകൊണ്ട് ദോശയ്ക്ക് നല്ല തൂവെള്ള നിറം കിട്ടില്ല, ഒരു ചെറിയ ഒരു ചുവപ്പ് നിറമാണ് ഉണ്ടാകുന്നത്. അപ്പം ചൂടായ തവയിലേക്ക് നമുക്കൊരു മാവ് ഒരു സ്പൂണ് കോരി ഒഴിച്ച് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇതിൽ നല്ല കുമിളകൾ ഇതുപോലെ വരും. നല്ല രുചിയുള്ള ദോശയാണ്. അപ്പോൾ ഇതുപോലെ ഒരു വശം അടിവശം മുരിഞ്ഞ് വരുമ്പോൾ മുകൾ ഭാഗം ഇതുപോലെ ഇങ്ങനെ കുമിളകൾ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രേ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെയാണ് ദോശയുടെ മറുഭാഗം കാണുന്നത്. പെട്ടെന്ന് തന്നെ ഈ ദോശ ആയിട്ട് വരും. ഇപ്പം ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ എല്ലാ ദോശകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉഴുന്ന് അരച്ച് ചേർക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ദോശ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് എന്നെ അറിയിക്കുകയും ചെയ്യണം. ഇനി പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.